പ്രാസപ്പിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പറയുന്ന വാചകങ്ങൾക്ക് പൊലിമ കൂട്ടാൻ, അങ്ങനെ അതാണ്. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നിവിൻ അതെ മതിന്ന് പറയാൻ അല്ല സ്വാഭാവികമായിട്ട് പറയാമായിരുന്നില്ലേ നിവിന്? അല്ല അതല്ല, അപ്പൊ അത് നിവിൻ ചെയ്തില്ല അല്ലേ? അപ്പൊ അത് നിവിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്, മനസ്സിലായോ? അതായത് വെസൽ ടീമിലുള്ള അനു വന്നിട്ട് എന്തിന്റെ പേരിലാണെങ്കിൽ കിച്ചൺ ടീമിൽ കൈ കടത്തി അവിടെ കുക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു തേങ്ങ ഇട്ടാൽ നല്ലതായിരുന്നു. ആണല്ലേ? തേങ്ങ ഇടാം. അപ്പൊ അവൻ ഞാൻ നോക്കിയപ്പോ ഫ്രിഡ്ജിൽ തേങ്ങ ഇടുന്നത് തറയുപടി കൊണ്ടിടുന്നു. ഒപ്പിക്കലാണ് എനിക്കറിയില്ല, എനിക്ക് ആലോചിക്കണം. ഒരു പൊലിമ കൂട്ടാൻ. പൊലിമ പൊലിമ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകർഷകമാക്കാന്നാണ് അർത്ഥം. ആകർഷകമാക്കുക, ഭംഗി കൂട്ടുക. ഭംഗി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗങ്ങളാണ് അല്ലേ? പ്രാസം ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമല്ല. അപ്പൊ നിങ്ങൾ കുറെ പ്രാസം ഒപ്പിക്കാറുണ്ട് അല്ലേ? സംസാരിക്കുമ്പോ നല്ല ഭംഗിയോടെയൊക്കെ സംസാരിക്കുമല്ലേ? അത് പ്രാസം ഒപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പൊലിമ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗി കൂട്ടാണ്. പ്രാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാസം ഒപ്പിച്ച് പറയാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അതും ഒരു തരത്തിലുള്ള ഭംഗി കൂട്ടാനുണ്ട്. ഇപ്പോ ഈ പറയുന്ന പോലെ ഞാൻ എന്ത് എക്സാമ്പിളായിരുന്നു പറഞ്ഞത്? മുല്ലപ്പൂം അതല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ സാബുമാൻ പറഞ്ഞ സ്ഥിതിക്ക് പറയാം. മുല്ലപ്പൂം കൂടി ഏറ്റുകിടക്കും കല്ലിന് മുമ്പൊരു സൗരഭ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ, അത് കുറച്ചൊരു വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കലെ ആ സെന്റൻസ് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഭംഗി കൂടി. ഇതാണ് പ്രോവർബാണ്. പഴഞ്ചൊല്ലി. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ ചെന്ന് നിന്നപ്പോ ഞാൻ നോക്കി ചിരിച്ച് കളിച്ച് നിന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോ സവാളയും ബീൻസും കിടക്കുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് വെള്ളം ശരിയാണ്, വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വെള്ളം ഒഴിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു തേങ്ങ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ശരിയാണ്. ഞാൻ പറഞ്ഞു തേങ്ങ എടുത്തോണ്ട് പോകും. തേങ്ങ എടുത്തോണ്ട് വന്നിട്ട് തേങ്ങ അതേപോലെ ഇടാൻ വേണ്ടി പോകും. അപ്പം ഞാൻ പയർ തോരൻ ഉണ്ടാക്കിയപ്പോൾ തേങ്ങയിലും മഞ്ഞപ്പൊടിയും ജീരകവും പിന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ടപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവൻ പറഞ്ഞു അന്ന് എനിക്ക് കൈ തന്നിട്ട് മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതും കൂടെ ഇട്ടപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്ത് അതിൽ തന്നെ ഇട്ടിട്ട് തോരൻ ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കടലെടുക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പച്ചമുളക് ഇടാൻ പറഞ്ഞു. പച്ചമുളകിൽ ഇഞ്ചി ഇടാൻ പറഞ്ഞു. ഇഞ്ചി ഇടാതെ കറി വയ്ക്കാൻ പോയി. അപ്പോൾ പറഞ്ഞപ്പോൾ ഇഞ്ചി എടുത്തു. അങ്ങനെ ഓരോ പറഞ്ഞു കൊടുത്തതാണ് അത് ഇട്ടാൽ. അപ്പം പറയാം അവൻ ജീരകം ഇതുവരെ ഒരു കറിക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കറിക്ക് ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. ആണല്ലേ? ശരി ശരി. പിന്നെ കറിവേപ്പില ഉപയോഗിക്കാതെ അവിടെ കരിഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചില്ലേ കറിവേപ്പില ഉണ്ടോന്ന്? ആ കറിവേപ്പില എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഓരോന്നും ഞാൻ ഇങ്ങനെ നിന്ന് ഞാൻ പെട്ടെന്ന് ചെയ്യിപ്പിച്ചതായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ചെയ്യില്ല എന്നല്ല. അതൊക്കെ അനുമോള് പറഞ്ഞു കൊടുക്കുമ്പോൾ
അതൊക്കെ എടുക്കാനുള്ളൊരു മനസ്സ് അപ്പൊ കാണിച്ചില്ലേ, ആരാണെങ്കിൽ അങ്ങനെ അതൊരു വലിയൊരു ക്വാളിറ്റി ആണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിയാണ് കിച്ചണിലത്തെ മെമ്പർ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കിച്ചണിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആള് മെയിനായിട്ടുള്ള ആള് നെവിനാണ്. അപ്പൊ നെവിന് വേണമെങ്കിൽ കുറച്ച് ഈഗൊക്കെ വെക്കായിരുന്നു. അതൊന്നും അതിലാവശ്യമില്ല. അല്ല ഞാൻ പറയാം, അതന്നെ. അപ്പൊ അതൊന്നും ഇല്ലാതെ അതല്ല ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അപ്പൊ ആ സമയത്ത് അനുമോൾ അവിടെ വന്നപ്പോ അനുമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ തമ്മിൽ ഇപ്പൊ അവൻ ഇന്നലെ മുതൽ പറയുകയാണ് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമുക്കിപ്പോ സന്തോഷത്തോടെ പോകണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.